പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? എഴുതിയിരിക്കുന്നത് ഒരു അറബി പൗരൻ. അപ്പൊ താങ്കളോട് താങ്കൾ ചിരിക്കേണ്ട എന്ന് പറയുമ്പോ ഞാനത് പൂർത്തിയായിക്കോട്ടെ. കൂട്ടുകാരാ, ഞാൻ ചിരിക്കുകയല്ല, ഞാൻ നിങ്ങളോടൊപ്പമാണ്. നിങ്ങളെ പരിഹസിച്ചിരിക്കുന്നവർ കാന്തപുരത്തിന്റെ അണികളാണ്. അവരാണ് ഈ വിഷയത്തിൽ എന്നെ ആക്ഷേപിക്കുന്നതും കളിയാക്കുന്നതും. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ വന്ന് എനിക്കെതിരെ കളിയാക്കലുകൾ നടത്തുമ്പോൾ അവരാണ് ചിരിക്കുന്നത്, ഞാനല്ല എന്നുള്ളതാണ് ഞാൻ അവിടെ എഴുതിയത്. നിങ്ങൾ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിക്കോ. ഞാൻ അവിടെ റെഡ് ഡോട്ട് മാത്രമാണ് ഇട്ടത്. എനിക്ക് എന്റെ കമന്റിന് വന്നിട്ടാണ് അവര് ചിരിക്കുന്നത് എന്നാണ് ഞാൻ. അത് സൗദി പൗരനാണ്, അത് യമൻ പൗരൻ പോലും അല്ല. മറ്റ് കമന്റുകളും മറ്റ് എഴുത്തുകളും ഒക്കെ ഉണ്ടല്ലോ. അതിന്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല. അധികം ആളുകൾ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആരുടെയും ബന്ധുവൊന്നും അല്ലല്ലോ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയോ ചാണ്ടി ഉമ്മന്റെയോ രക്തബന്ധമുള്ള ആളൊന്നുമല്ല നിമിഷപ്രിയ. നമ്മുടെ ഒരു സഹോദരിയാണ്. അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നു എന്ന ആ ഒരു വലിയ കാര്യത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. താങ്കൾ ഇത്രയും ബുദ്ധിമുട്ടി ഈ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട് ഈ പറയുന്ന റെഡ് മാർക്ക് ഇടുന്നു. സാന്ത്വനിപ്പിച്ച് ഈ പ്രശ്നമൊന്ന് ഒഴിവാക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവരെ പ്രകോപിപ്പിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും അവരോട് നിങ്ങൾ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത് എന്ന നിലയെ സ്വീകരിക്കണം എന്ന നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പൊരുൾ എന്താണ്? നിശ്ചയിച്ച തീയതിയിൽ നടപ്പാക്കിയാലും ഏതെങ്കിലും കാരണത്താൽ മാറ്റിവെച്ചാലും പ്രതികാരം അനിവാര്യമാണ്. എന്താ എന്റെ ഉദ്ദേശം? പേനകൾ ഉയർത്തി പേജുകൾ ഉണങ്ങി. ഈ പ്രതികാരം അനിവാര്യമാണ് എന്ന നറേറ്റീവ് ഇങ്ങനെ പുഷ് ചെയ്യാൻ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. താങ്കളുടെ ഇന്റൻഷൻ എന്താണ്? താങ്കളുടെ പ്രേരണ എന്താണ്? താങ്കളുടെ ഉദ്ദേശം എന്താണ്? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഇത് കാന്തപുരം വിഭാഗത്തിൽ മാത്രം ഉള്ള ആളുകൾ പറയേണ്ട സംഗതിയാണ്, മുബാറക് റാവുത്തർ പറയേണ്ട സംഗതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന, സൈബർ ആക്രമണം നടത്തുന്ന ആളുകളുടെ പോസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് അഭിലാഷ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഞാൻ ഈ വായിച്ചതൊക്കെ താങ്കളുടെ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലെ താങ്കൾ തന്നെ എഴുതിയ കാര്യങ്ങളും താങ്കൾ ആ പോയി താങ്കൾ ഇട്ട കമന്റുമാണ്. അല്ലാതെ ഞാൻ വേറെ ഒരാളും പറഞ്ഞ ഒരു കാര്യം ഉദ്ധരിച്ചില്ല. താങ്കളെ മാത്രമേ ഉദ്ധരിച്ചുള്ളൂ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.